ഡോക്ടർ എൻ ജയരാജ്, ബഹുമാനപ്പെട്ട CM. സർ, കോട്ടയം ജില്ലയിലെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ശ്യാം പ്രസാദ് കഴിഞ്ഞ 2/2/2025 രാത്രി 11:30 ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റൽ സമീപം തട്ടുകട നടത്തിയിരുന്ന സ്ത്രീയെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി ആക്രമിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു. അതിൽ പ്രകോപിതനായ ഈ പ്രതി അതിശക്തമായ മർദ്ദനമേറ്റ് ശ്യാമപ്രസാദിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയായതിനാൽ ഡ്യൂട്ടിയിലല്ല എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും സമൂഹത്തിലെ ഒരു ആക്രമണം നോക്കി നിൽക്കാതെ പോലീസ് സേവനം ചെയ്യുന്നത് വിട്ടുവീഴ്ച ചെയ്യാത്തയാളാണ് അക്രമിയുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ടത്. ആയതിനാൽ TRയുടെ മരണാനന്തരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഡ്യൂട്ടിയിലിരിക്കെ മരണമടയുന്നവർക്ക് ലഭിക്കുന്നത് തുല്യമായി ലഭിക്കാൻ മാനുഷിക പരിഗണന നൽകി പ്രത്യേക കേസായി കണക്കാക്കി പരമാവധി സഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ. ബഹുമാനപ്പെട്ട CM. സർ, കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ CPO ശ്യാംപ്രസാദ് 2/2/2025 ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവേ രാത്രി 11:30 മണിയോടെ ഏറ്റുമാനൂരിൽ കട നടത്തുന്ന ഒരു സ്ത്രീയെയും സഹായിയെയും ഒരാൾ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാൻ ശ്രമിച്ചു. തുടർന്ന് അക്രമി ശ്യാംപ്രസാദിനെ മാരകമായി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശ്യാംപ്രസാദ് 3/2/25 പുലർച്ചെ മരണപ്പെടുകയുമുണ്ടായി. ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ 170/2025 ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവ ദിവസം തന്നെ അറസ്റ്റിലായ പ്രതി ജിബിൻ ജോർജ് റിമാൻഡിലാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനിടെയാണ് ശ്യാംപ്രസാദ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ശ്യാംപ്രസാദിൻ്റെ കുടുംബത്തിന് നിലവിലെ വ്യവസ്ഥ പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്.